ഹലോ എവരിവൺ, ഞാനൊരു സിമ്പിൾ ക്രിസ്മസ് സ്പെഷ്യൽ ബോട്ടിൽ ആർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് ആദ്യം തന്നെ ബോട്ടിലൊക്കെ നന്നായിട്ട് ക്ലീനായിട്ട് പൗഡറും പശയും വെള്ളവും ഒരേ അളവിൽ മിക്സ് ചെയ്ത് മിക്സ്ചർ അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആ ബോട്ടിൽ ഒരു റഫ് അപ്പിയറൻസ് വരാനാണ്. അപ്പോൾ നമ്മൾ പെയിൻറ്റൊന്നും പീൽ ചെയ്യാതെ നല്ല ക്ലിയർ ആയിട്ട് നമുക്കതിൽ കിട്ടും. അതിന് വേണ്ടിയാണ്. ഇപ്പോൾ തന്നെ മുഴുവനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഒരു ഫ്രോസൺ ലുക്കൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിന് ഫസ്റ്റ് കോട്ടായിട്ട് ഞാൻ വൈറ്റ് കളറാണ് അപ്ലൈ ചെയ്യുന്നത്. വൈറ്റ് കളറ് സ്പോഞ്ച് വെച്ച് നന്നായിട്ട് ക്ലിയറായിട്ട് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് കോട്ട് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഞാനത് ബോട്ടിൽ 2 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ക്രിസ്മസ് അപ്പൂപ്പൻ്റെ കോട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമല്ലോ, അതേപോലെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു സൈഡ് റെഡും ഒരു സൈഡ് വൈറ്റും തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ വൈറ്റാണ് കൊടുക്കുന്നത്. സെൻറ്റർ ഭാഗത്തായിട്ട് ആദ്യം വൈറ്റ് കൊടുക്കുന്നതിനേക്കാൾ ബെറ്റർ ഒന്നും കൂടി. നിങ്ങൾ ഇഷ്ടപോലെ ചെയ്യാം. ഇപ്പോൾ ഇതാ വൈറ്റുള്ള ഭാഗം നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് ഇല്ലാത്ത ബാക്കിയുള്ള ഭാഗം റെഡ് അടിച്ചു കൊടുക്കാം. ആദ്യം തന്നെ സെൻറ്റർ ഭാഗമൊക്കെ നന്നായിട്ട് റെഡ് അടിച്ചു കൊടുക്കാം. പിന്നെ എഡ്ജസ് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ആദ്യം തന്നെ എഡ്ജസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ എഡ്ജസ് വൈറ്റുമായിട്ട് മിക്സ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം സെൻറ്റർ ഭാഗം നന്നായിട്ട് ഫിനിഷിങ് വന്നിട്ട് എഡ്ജസ് ലാസ്റ്റ് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് സെക്കൻഡ് കോട്ട് ഞാൻ ബ്രഷ് യൂസ് ചെയ്താണ് ഫുള്ള് ചെയ്യുന്നത്. ഇപ്പോൾ ബോട്ടിലിൻ്റെ ഫുൾ പെയിൻറ്റ് പണി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഫിനിഷിങ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ക്രിസ്മസ് അപ്പൂപ്പന് ഒരു ബെൽറ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ബോട്ടിലിന് ഞാൻ പ്ലാസ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. മാസ്കിൻ ടാപ്പ് യൂസ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. പ്ലാസ്റ്റർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ആ സെൻറ്റർ ഭാഗത്ത് ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കും. കളർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ അതിൻ്റെ എഡ്ജസിലൊക്കെ നന്നായിട്ട് പെയിൻറ്റ് എത്തിക്കണമെന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ബ്രഷ് ഒരു രീതിയിലും വെള്ളം തട്ടരുത്. വെള്ളം തട്ടി കഴിഞ്ഞാൽ നമുക്ക് അത് അത്ര ഫിനിഷിങ്ങിൽ കിട്ടില്ല.
ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്ലാസ്റ്ററൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണാൻ ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷേ ആ സെൻറ്റർ ഭാഗത്ത് ഞാൻ എന്തെങ്കിലും ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഗിൽറ്റ് ഫോം ഷീറ്റ് കൊണ്ട് സ്ക്വയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫെവിക്കോൾ യൂസ് ചെയ്ത് അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മൾ ബോട്ടിൽ പണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ സിമ്പിൾ പോർട്ട്ലായിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കുക.